മത്തങ്ങ ഇതുപോലെ ചെറിയ നീളത്തിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് സവോള. ഇനി ഇതിലേക്ക് എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കുക. ചെറിയ പീസ് ഇഞ്ചി, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഇഞ്ചി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി പെരിഞ്ചീരകം, അതുപോലെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു കളറിൻ്റെ നല്ലൊരു കളറിന് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവൊന്നും ഉണ്ടാവില്ല, എരിവ് പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രം മതി. ഇനി ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ ആ സവോളയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അതങ്ങനെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഈ കടലമാവും കൂടി ചേർത്ത് ഈ വെജിറ്റബിൾസും സവാളയും എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ സവാളയിൽ നിന്നുള്ള നനവ് ഇറങ്ങി വരും. അപ്പോൾ അത് ഇതുപോലെ ആക്കിയിട്ട് ഇപ്പോൾ തന്നെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഇപ്പോൾ സവാളയിലെ വെള്ളം ഇത്തിരി ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരിത്തിരി അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ കോൺഫ്ലവർ. ഇനി കയ്യിൽ വെള്ളം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തളിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പോൾ കൂടിപ്പോകും. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടിരിക്കണം. എന്നാൽ നമുക്കിങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പിടിച്ചെടുക്കാൻ പറ്റാൻ വേണം. ഒരു പിടുത്തം, ഒരു ബൈൻഡിങ് കിട്ടാൻ വേണം. അതിന് വേണ്ടിയിട്ട് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നല്ല എണ്ണ ചൂടാക്കിയിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് നുള്ളിയിട്ട് കൊടുക്കുക. ഒരുപാട് കട്ട പിടിച്ചിടാതെ, നമ്മൾ ആ നീളത്തിലല്ലേ ക്യാരറ്റും വെജിറ്റബിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോഴും അതിങ്ങനെ നീളത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതുപോലെ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കടലപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ആ മാവ് മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി. വെജിറ്റബിൾസൊക്കെ നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ സ്നാക്കൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇട്ട് എണ്ണയിലേക്ക് ഇട്ട് ഉടനെ ഇട്ട് കുത്തി തിരിച്ചൊക്കെ ഇടാതെ അതൊന്ന് ആയതിന് ശേഷം മാത്രം തിരിച്ചിടാം കേട്ടോ. അതില്ലെങ്കിൽ ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇതൊക്കെ ഈ ബോൾസൊക്കെ തന്നെയാണെങ്കിലും ഏതായാലും അത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ പോകും. അപ്പോൾ ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ഒക്കെ ചേർത്തുകൊണ്ടേ നല്ല കളറുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ കോരിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഏതെങ്കിലും സൈഡ് മൂത്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തിരിച്ചു മറിച്ച് കിട്ടാൽ മതി. എപ്പോഴും എണ്ണയിൽ നിന്ന് കോരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ കിട്ടും. ഇനി അത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒരുപാട് തിക്കി കൂട്ടി ഇടാണ്ട് ഇടണം കേട്ടോ. എന്നാലേ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തിരിച്ചിടുന്ന സമയത്ത് പൊടിഞ്ഞൊക്കെ പോകും. ഇപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല സൗണ്ട് കേൾക്കണ്ടോയെന്നറിയില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുറേ സമയം ഇതിൻ്റെ ക്രിസ്പിനെസ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ രണ്ടാമതിട്ട് കോരി എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതും ഓയിലിൽ നിന്ന് മാറ്റാം. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ കിച്ചണിലാകെ നല്ല സ്മെല്ലാണ് കറിവേപ്പില ഇങ്ങനെ ഓയിലിലേക്ക് ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പല ഐറ്റം കഴിക്കുന്ന സമയത്ത് തന്നെ അതിനും നല്ലൊരു സ്മെല്ലുണ്ടാകും. ഇപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ,
നല്ല ചൂടോടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ്. എപ്പോഴൊന്നും ഫ്രൈ ചെയ്യണമെങ്കിലും വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് എനിക്കിത് പൊട്ടിച്ചെടുക്കാൻ തന്നെ പറ്റണില്ല. ചിക്കനൊക്കെ 65 നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഉള്ള പോലെ കാണുന്നില്ലേ, കണ്ടോ ഇത്രയും ഓയിൽ ബാക്കിയുണ്ട്. നമ്മൾ ഇത്രയും തന്നെ ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായുള്ളൂ. ഒട്ടും തന്നെ ഓയിൽ കുടിക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കെച്ചപ്പോ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്